പുതിയ ബാർകോഴ വിവാദത്തിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങാതെ തന്നെ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ പ്രതിപക്ഷ നീക്കം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് LDF ഉന്നയിച്ച വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണ് UDF ഇപ്പോൾ. വിവാദ ശബ്ദ സന്ദേശം ബാർ ഉടമകൾ തന്നെ തള്ളിപ്പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് LDFന്റെ പ്രതിരോധം. ഡ്രൈ ഡേ പിൻവലിക്കണമെന്ന ശുപാർശയുൾപ്പെടെ സർക്കാർ തൽക്കാലം പരിഗണിച്ചേക്കില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണമടക്കം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വിവാദങ്ങൾ കെട്ടടങ്ങിയ ആശ്വാസത്തിലായിരുന്നു LDF. ഇതിനിടയിൽ സർക്കാരിനെ അടിക്കാൻ UDFന് കിട്ടിയ വഴിയായി പുതിയ മദ്യനയത്തിലെ കോഴ ആരോപണം. എക്സൈസ് മന്ത്രി MB രാജേഷിനെ കൂടാതെ ടൂറിസം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി മുഹമ്മദ് റിയാസിനെ ആരോപണം ഉൾമുനയിൽ നിർത്തുന്നതിൽ UDFന് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ കുടുംബവും അതുവഴി പിണറായി വിജയനുമാണ് ഉന്നം. അതേസമയം ഇന്നലെ നടന്ന UDF യോഗത്തിൽ സമരപരിപാടികൾ ഒന്നും തീരുമാനിക്കാത്തതിൽ അസ്വാഭാവികതയുണ്ട്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് അതിലൂടെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാമെന്നും സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ഘടിപ്പിക്കാമെന്നുമാണ് പ്രതിപക്ഷം നിലവിൽ ആലോചിക്കുന്നത്. എന്നാൽ ജൂൺ 10 തുടങ്ങുന്ന സഭാ സമ്മേളനത്തിന് മുന്നേ തന്നെ പ്രശ്നം ഒതുക്കി തീർക്കാനാണ് LDF ശ്രമം. പുതിയ മദ്യനയത്തിൽ പ്രഖ്യാപിക്കാനിരുന്ന ഇളവുകൾ തൽക്കാലം വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. വിവാദം തണുത്ത ശേഷം നടപടിയെടുത്താൽ മതിയെന്ന നിയമോപദേശമാണ് സർക്കാരിന് ലഭിച്ചത്. അതേസമയം ബാർ അസോസിയേഷൻ ഭാരവാഹി അനിമോന്റെ വെളിപ്പെടുത്തലിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് പ്രതീക്ഷ. UDFും കോൺഗ്രസും പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയില്ലെങ്കിലും മന്ത്രിമാരുടെ രാജിയടക്കം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമരം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.